എന്നാ സാറേ പരിപാടി? പിന്നെ ഗാനമേള നടക്കണം. കരോക്കെയാണല്ലേ? അല്ലടാ, ഓർക്കസ്ട്ര ജീപ്പിനകത്തുണ്ടോ? ആ, ചികിത്സാ സഹായായിരിക്കും. പണ്ടൊക്കെ വണ്ടിയുടെ സൈഡിൽ പോസ്റ്റ് ഒട്ടിച്ചായിരുന്നു ഈ പരിപാടി. ആ, ഇപ്പൊ രോഗിനെ ലൈവ് കൊണ്ട് ഇരുത്തിട്ടാണോ പാട്ട്? പുള്ളിയുടെ ചികിത്സാ സഹായത്തിന് പാട്ട് പാടുമല്ലേ? എന്ത് മണ്ടത്തരം വിളിച്ച് പറയുന്നു? ഇവിടെ ചെക്കിംഗ് ആണ്, ചെക്കിങ്. എന്താ ചെക്കിങ്? ഇവിടെ ഈ ഹെൽമെറ്റ് ഇല്ലാത്ത വരുന്നതും ഈ മദ്യപിച്ചിട്ട് വരുന്നവരെയൊക്കെ ചെക്കിങ്. അപ്പൊ എനിക്ക് കുഴപ്പമില്ല. എന്നാ? ഞാൻ മദ്യപിച്ചിട്ടില്ല, എനിക്ക് വണ്ടിയില്ല, അതുകൊണ്ട് ഹെൽമെറ്റും വേണ്ട. നീ പൊക്കോ, കുഴപ്പമില്ല പൊക്കോ. എവിടെ പോണം? ആ സാറ് പൊക്കോളാൻ പറഞ്ഞു. ഓ, IG സാറ് പറഞ്ഞു പൊക്കോളം പറഞ്ഞു. അത് പുള്ളി മദ്യപിച്ചിട്ടില്ല, ഹെൽമെറ്റ് വണ്ടിയില്ലല്ലോ. ഞാൻ അതുകൊണ്ട് ഞാൻ അറിഞ്ഞില്ല സാർ ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന കേസ് അറിഞ്ഞില്ല. സാറ് വിട്ടാന്ന് അറിഞ്ഞില്ല. താനേതാ പറഞ്ഞ തന്റെ ഡീറ്റെയിൽ? താനേതാ? ഞാനൊരു മരംവെട്ടുകാരനാ സാറേ. മരം വെട്ടുകാരൻ? ഞാൻ പറഞ്ഞില്ലേ സാറേ, പാവം ആണല്ലേ. ഈ ബാഗിനകത്തല്ല പണിയായുധങ്ങളാ, പണിയായുധങ്ങൾ. പണിയായതൊന്ന് കാണിച്ചു നോക്കട്ടെ. കാണിക്കാത്ത കണ്ടോ? ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ മരം വെട്ടുകാരനെ, പാവാ സാറേ. പറഞ്ഞു ചുമ്മാ ആവശ്യമില്ലാത്ത വള്ളി കേസ്. മരം വെട്ട മനസ്സിലായില്ലായിരുന്നു എനിക്ക് പെട്ടെന്ന്. വേറെ എന്നാടാ അതിനകത്തുള്ളത്? പണിയായുധമാണോ? വെള്ളി കോടാലിയോ? അതെ. നീ എന്നാടോ അതിനകത്തുള്ളത്? അത് കോടാലിയാ. സ്വർണത്തിന്റെ കോടാലിയോ? ഇവിടെ സ്വർണത്തിന് ഇതുപോലെ തീ പിടിച്ച വില നിൽക്കുമ്പോ നീ എവിടുന്നാടാ? സ്വർണത്തിനാണോ നീ മരം വെട്ടാൻ വേണ്ടി പോണത്? നീ ഏത് രാജ്യത്തെ രാജാവാടാ? രാജാവോ? സാറിന്റെ മുഖത്തൊക്കെ ഒന്ന് സൂക്ഷിച്ചു നോക്കിയേ. സാറ് എന്നെ മനസ്സിലായില്ലേ? അപ്പം സാറ് ഞാൻ പഴയ മാധവൻ. എനിക്ക് ഇപ്പഴത്തെ കിട്ടണല്ലോ. പണ്ട് ജലദേവത മഴു വെള്ളത്തിൽ പോയിട്ട് ജലദേവത കൊണ്ട് 3 കോടാലി തന്നില്ലേ? അനുഗ്രഹിച്ചു വിട്ടില്ലേ എന്റെ സത്യസന്ധയിൽ? ആ മാധവനാണ് ഞാൻ. ഓ മാധവൻ. അത് മുകേഷിന്റെ അച്ഛൻ. ഓ മാധവൻ. ഞാൻ പ്ലെയിൻ മാധവൻ. എനിക്ക് ഇൻഷൽ ഇല്ല. എനിക്ക് ഇൻഷൽ അലർജിയാ. ഈ വെട്ടി കയറുമ്പോ വേർക്കുമല്ലോ. അപ്പൊ അതുകൊണ്ട് ഞാനേ പക്ഷെ എനിക്ക് ചെറിയ സംശയം കിടപ്പുണ്ട്. അത് വേണം. എനിക്ക് സംശയം കിടപ്പുണ്ട്. പോലീസുകാരനാ സംശയം വേണം. അതാണ് ഞാൻ പറഞ്ഞത്. അതായത് ഞാൻ ഈ 1ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഈ മാധവന്റെ കേസ് കഥയൊക്കെ എനിക്കറിയാം. പക്ഷെ അന്ന് ഉള്ള ആള് ഇത്രയും കാലം കഴിച്ചിട്ട് എങ്ങനെ ഈ ഫിഗർ ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത്? അതാണ് സംശയം. സാറ് കുഞ്ഞിലെ മമ്മൂട്ടിനെ കണ്ടിട്ടുണ്ടോ? മമ്മൂട്ടിനെ കണ്ടിട്ടുണ്ട്. ഇപ്പൊ മമ്മൂട്ടിനെ കണ്ടിട്ടുണ്ട്. വല്ല വ്യത്യാസമുണ്ട്? രണ്ടു തമ്മിൽ വ്യത്യാസമില്ല കേട്ടോ. സെയിം ഫിസിക്കൽ അപ്പിയറൻസ് ആണ് എനിക്ക് മമ്മൂക്കയ്ക്ക്. അതാണ് ഞങ്ങൾ ഒരുപോലെ. മമ്മൂട്ടിനെയും പുള്ളിനെയും വെച്ചിട്ടാണ് കമ്പയർ ചെയ്യണത്. മമ്മൂക്ക എന്നൊക്കെ പറഞ്ഞിട്ടില്ല, നമ്മുടെ സ്വകാര്യ അഹങ്കാരാണ്. ഞാനൊരു സ്വകാര്യ അഹങ്കാരാ. ആരുടെ? ഞങ്ങളുടെ നാട്ടിലെ. പിന്നെ സ്വകാര്യമായിട്ടിരിക്കും, ഞാൻ സ്വകാര്യമായിട്ട് അംഗീകരിക്കും. മതിയവാ നീ കിടുക്കനാടാന്ന് പറഞ്ഞ് ഞാൻ തന്നെ അങ്ങനെ കൊണ്ടുകൊണ്ട് ഇങ്ങനെ വന്ന് കണ്ടതുകൊണ്ട് എനിക്ക് ചെറിയൊരു ആഗ്രഹം. ഞാൻ ഒരു സെൽഫി എടുത്തോട്ടെ? ആയിക്കോട്ടെ. ആ 3 എടുത്ത് പൊക്കി പിടിച്ചോ. ആ കോടാലി 3 എടുത്ത് പൊക്കി പിടിച്ചോ. ഒന്ന് ചിരിച്ചേ. ഇനി ഒന്ന് ചിരിക്കാതെ. ഓക്കെ. സ്റ്റാറ്റസ് ഇടാനായിരിക്കും. ഇതൊക്കെ നമുക്ക് വല്ലപ്പോഴും അല്ലേ സംഭവം കിട്ടുള്ളൂ. ഞാൻ ഒരു കാര്യം ചോദിച്ചോളൂ സാറേ. ചോദിക്കും. സാർ മണ്ടനാണോ അതോ മണ്ടനായിട്ട് അഭിനയിക്കുകയാണോ? അങ്ങനെ ഇതൊക്കെ ഈ 21ാം നൂറ്റാണ്ടിൽ നടക്കും. ഇത് 2026 അത് അമർ ചിത്ര കഥയാണോ പറഞ്ഞോണ്ടിരിക്കുന്നത്? സാർ വിശദമായിട്ടൊന്ന് ചോദ്യം ചെയ്ത് കഴിഞ്ഞാൽ ഇത് കറക്റ്റായിട്ട് കിട്ടും. പിന്നെ അതെ, നമ്മുടെ ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് മൊത്തം ഒന്ന് പറഞ്ഞു. അയാൾ എവിടുന്ന് വരുന്നു? ഞാൻ അവിടുന്ന് വരുന്നു. എങ്ങോട്ട് പോണു? അങ്ങോട്ട് പോണു. ഇത് ഇങ്ങോട്ടൊന്ന് മാറിയുന്നേ. നിന്റെ പേരെന്താന്ന് പറഞ്ഞത്? മാധവൻ. മാധവൻ. അച്ഛന്റെ ഡീറ്റെയിലൊക്കെ മരമട്ടുകാരനായിരുന്നു എന്റെ അപ്പൻ. അപ്പ നീ ഈപ്പച്ചനാണല്ലേ? അല്ല മാധവൻ. അല്ലല്ല, നീ ഈപ്പച്ചനാണ്. അല്ല മാധവനാണ്. എന്റെ അപ്പൻ മരമട്ടുകാരനാണോ? അപ്പൊ നീ ഈപ്പച്ചൻ. അല്ല ഞാൻ മാധവനാണ്. നീ സ്കൂളിൽ പോയിട്ടുണ്ടോ? ഞാൻ സ്കൂളിൽ പോയിട്ടില്ല. അപ്പൊ ഈപ്പച്ചൻ. സാറ് പറഞ്ഞ കറക്റ്റ്. ഈപ്പച്ചൻ പള്ളിക്കൂടത്തിൽ പോയിട്ടില്ല. അയ്യോ സാറേ, എന്റെ അപ്പൻ മരമട്ടുകാരനായിരുന്നു. ഞാൻ പള്ളിക്കൂടത്തിലും പോയിട്ടില്ല. അപ്പം മരം വെട്ടി കൊണ്ട് വന്നിട്ടാണ് ഞങ്ങൾ കഴിഞ്ഞിരുന്നത്. ഓ ശരി. അപ്പൻ ഈ കാട്ടിൽ പോയിട്ടുണ്ടല്ലോ. പാഴ്മരങ്ങളെല്ലാം വെട്ടി വിറകാക്കി നാട്ടിൽ മുഴുവൻ വിറ്റ് ആ പൈസ കൊണ്ടാണ് ഞങ്ങൾ ജീവിച്ചിരുന്നത്. പാവടാ. കാട്ടിൽ പോയിട്ട് പാഴ്മരം വെട്ടി ജീവിക്കുന്ന ടീം. എന്തൊക്കെ പാഴ്മരായി വെട്ടി വിൽക്കാറുള്ളത്? സ്മെൽട്രി. സുഗന്ധമരം എന്ന് പറയും. സുഗന്ധമരം എന്ന് പറയുമ്പോ അങ്ങനെ ഒരു മരം ഞാൻ കേട്ടിട്ടില്ല. അത് കത്തിച്ച് കഴിഞ്ഞാൽ മണം വരും ചെറുതായിട്ട്. പിന്നെ വേണേ കല്ലിലൊക്കെ കുറച്ച് നെറ്റിയത്തോടാം. സാറേ ചന്ദനമരം കാട്ടിക്കറി പറ്റുന്ന കാര്യമാണ് പറയുന്നത്. ചന്ദനം കാട്ടി പിന്നെ നീ സുഗന്ധമരം എന്ന് പറഞ്ഞത്? ചന്ദനം എന്ന് പറഞ്ഞ കേസല്ലേ സാറേ? എന്റെ വീട്ടിൽ വേറെ ആണെങ്കിലും ഈ പരിപാടി ഉണ്ടോ? വേറെ ഒരു കൊച്ചുമോനുണ്ട്. അവൻ ആന്ധ്രയില്ല. അവനിപ്പം മരത്തിന്റെ പരിപാടി. ആന്ധ്രയിൽ അവൻ എന്നാ പരിപാടി? അവൻ ബ്ലഡ് ട്രീയുടെ പരിപാടിയാണ്. ബ്ലഡ് ട്രീ എന്ന് പറയുമ്പോ രക്തമരം. അങ്ങനെ ഒരു പരിപാടി. രക്തമരം ഞാൻ കേട്ടിട്ടുള്ളൂ. രക്തമരം. പൊന്നു സാറേ, രക്തചന്ദനം കാട്ടിക്കറി വെട്ടുന്ന കാര്യം പറഞ്ഞു. രക്തചന്ദ്രത്തിന്റെ പേര് മാറ്റിട്ട് ബ്ലഡ് ട്രീ എന്ന് പറഞ്ഞു ആളെ പറ്റിക്കാൻ വേണ്ടിട്ട്. അവന്റെ പേരെന്നാ? അവന്റെ പേര് പുഷ്പരാജ്. താഴത്തില്ല സാർ. താഴെയല്ലോ, നീ പൊക്കിക്കൊണ്ട് വരുമല്ലോ ഓരോ കേസ്. ഈ കേസ് ഇവിടെ കൊണ്ട് തീരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾക്ക് ഇവിടുന്ന് കുടലി. എനിക്ക് ആദ്യം സാറേ മറ്റേ ജലദേവത എനിക്ക് തന്ന മരം വെട്ടാൻ പണ്ട് പോയപ്പോ. അല്ല, ഞാനേ ഒരു സംശയം ചോദിച്ചോട്ടെ. ഈ ജലദേവത കോടാലി തന്നപ്പോ ബില്ലോ സർട്ടിഫിക്കറ്റോ അങ്ങനെ വല്ലതും അതിന്റെ കൂടെ തന്നായിരുന്നു? സാർ എന്ത് മണ്ടരാ സാറേ. വെള്ളത്തിനടിയിൽ നിന്ന് ബില്ലുമായിട്ട് വന്നാൽ അത് കുതിർന്നു പോകത്തില്ല. സ്വർണം പ്രശ്നമല്ല. സ്വർണ്ണം അലിക്കുകയല്ലേ വെള്ളത്തിൽ. പേപ്പർ ആകുമ്പോ അലുത്തു പോകും. അതാണ്. ഉമ്മ 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 ഉമ്മ
ഏ? ആരടാ ഡിലേറ്റ് ഉമ്മ? നീ എനിക്ക് താ ഒരെണ്ണം താ. ഏ ഒരു ഉമ്മ താ. വാ ഏ? ഇറങ്ങി വാ. വാടാ വാടാ ഇങ്ങോട്ട്. ആരടാ അത്? ആരത്? റോങ് നമ്പറാ സാറേ. റോങ് നമ്പർ ഒക്കെ വിളിച്ചു കഴിഞ്ഞാൽ നീ ഉമ്മ കൊടുക്കോ? അല്ലേ? സ്പീക്കർ ഓൺ ചെയ്യ്, സ്പീക്കർ ഓൺ ചെയ്യ്. അല്ലേ? ഇല്ല, ഓൺ ചെയ്യ്, സ്പീക്കർ ഓൺ ചെയ്യ്. ഉമ്മ ഇനി എനിക്കൊരെണ്ണം എന്താ കട്ടി. എടാ ഞാനിവിടെ ഓരോ കേസിൽ തുമ്പുണ്ടാക്കിക്കൊണ്ടിരുമ്പോ അവൻ ഓരോ കേസ് കെട്ടനെ വിളിച്ചോണ്ട് വന്നേക്കും. മാറിക്കോട്. അപ്പൊ ഞാൻ ഈ സംഭവമൊക്കെ ഞാൻ വിശ്വസിച്ചു. എന്നാലും എനിക്ക് ചെറിയൊരു സംശയം കിടക്കണം. അതായത് നീ ഈ മരം ഇങ്ങനെ വെട്ടിപ്പോ നീ മഴ തെറിച്ച് പുഴയിലേക്ക് പോയെന്ന് പറഞ്ഞില്ലേ? അതിവിടെ അതുപോലെ ഒന്ന് കാണിച്ചു തന്നെ. പക്ഷെ വേറെ വിഷയമുണ്ട്. എന്നാണ്? മഴ വഴുതി പോണ്ടേ വെള്ളത്തിലേക്ക്? അതിന് നദിയില്ല. നദിയില്ല, അതിങ്ങനെ വെള്ളത്തിൽ പോകും. എന്ത് മണ്ടത്തരായി പറയുന്നത്? എടാ ഇതിൽ ഒഴുകി പോണ കണ്ടില്ലേ? നിനക്ക് കണ്ണ് കാണാൻ പാടില്ലേ? എവിടെ? ഒരു നദി അരച്ച് ഒഴുകി പോണ നീ കണ്ടില്ലേ? ഒരുത്തൻ അവിടെ നിന്ന് ചൂണ്ടിട്ടോണ്ടിരിക്കുന്നു. സാറേ കോളടിച്ചല്ല, കിടിലം പറ്റി അടിച്ചോളൂ. 4 പേര് ഇന്ന് മണലൂറ്റുന്നാണ്ടാ. കളിച്ചു കയറല്ലേ? ഞാൻ ഒരു സാധനം പറയുന്നു, അത് വിട്ടേ. പെട്ടെന്നല്ലേ? പക്ഷെ വേറെ വിഷയമുണ്ട്. ഈ ജലദേവനെ കാണാൻ വേണ്ടിട്ടല്ലേ സാർ ഇത് പറഞ്ഞത്? ഇന്ന് ജലദേവത വരത്തില്ല. ജലദേവത മെഡിക്കൽ കോളേജിൽ കിടക്കുക. മെഡിക്കൽ കോളേജ്? സാറേ പണ്ട് എനിക്ക് ഈ സ്വർണ്ണക്കോടാലി കിട്ടുന്ന എന്റെ കൂട്ടുകാരൻ മല്ലനുണ്ടല്ലോ, അവൻ ചുമ്മാ ഒരു കോടാലിയായിട്ട് പോയി ഇങ്ങനെ വെട്ടി മനഃപൂർവ്വം ഈ കോടാലി പുഴയിലേക്ക് വലിച്ചെറിഞ്ഞില്ലേ? അത് കറക്കി വെട്ടിക്കൊണ്ടിരുന്ന ഈ ജലദേവത നെറ്റി ചെന്ന് കൊണ്ടിട്ട് നെറ്റി പൊളുന്ന 36 ചുറ്റുമായിട്ട് മെഡിക്കൽ കോളേജിൽ കിടക്കുക. മെഡിക്കൽ കോളേജ് നടക്കും. സാറേ ഇതൊന്നും വിശ്വസിക്കല്ലേ സാറേ? ഞാൻ ഇത് ആദ്യം പറഞ്ഞില്ലേ സാറേ, ഇവൻ ചുമ്മാ കള്ളക്കഥ അല്ല, അവനത് കറക്റ്റ് ആയിട്ട് പറഞ്ഞല്ലോ. അവൻ ലോജിക് അടച്ചല്ലേ പറഞ്ഞത്? അവനെ കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയാൻ പാടില്ലേ? കറക്റ്റ് ഡിറ്റോ ഫിഗർ. അതുപോലെ തന്നെ നോക്കിയത് ഡിറ്റോ അന്നത്തെ ആ ഹെയർ അല്ലേ, സെയിം കറക്റ്റ് ഹെയർ. നോക്കിയ ആ മീശ വരെ മാധവന്റെ കറക്റ്റ് മീശയാണ്. നോക്കി കണ്ടാ? പരിശോധിച്ച് തൃപ്തിയാക്കി തിരിച്ചതാ. എനിക്ക് മെഡിക്കൽ കോളേജിൽ ചോറും കൊണ്ടുപോകാനാണ് ജലദേവതയ്ക്ക്. ചോറുണ്ടോ? ഞാൻ ജലദേവത ബൈസ്റ്റാൻഡർ അല്ലേ സാറേ? ഒരു മെസ്സേജ് വന്നു സാറേ, ഒരു മെസ്സേജ് വന്നു. മെസ്സേജ് സംഭവം എല്ലാം കറക്റ്റ് ആയിട്ട് വന്നല്ലോ. എന്താ സാറേ? രാവിലെ ഞാൻ ഇവന്റെ കൂടെ ഇരുന്നിട്ട് ഒരു സെൽഫി എടുത്തില്ലേ? അത് സാറ് സ്റ്റാറ്റസ് ഇടാൻ വേണ്ടിട്ട് എടുത്തേ എന്നല്ലേ താൻ വിചാരിച്ചത്? ഞാൻ വെറും മണ്ടനാണെന്നാണോ നീ വിചാരിച്ചത്? എടാ ഇവന്റെ ഡീറ്റെയിൽസ് മുഴുവൻ സൈബർ സെല്ലിട്ട് ഞാൻ അയച്ചു കൊടുത്തതാണ്. ഇവനെ നിനക്ക് മനസ്സിലായോ? ഇല്ല. ഇവന് ഇതുപോലെ വേഷം കെട്ടി നടന്നിട്ട് ഇവന് സ്വർണ്ണക്കടത്താണ് ഇവന്റെ മെയിൻ പരിപാടി. കേരളത്തിൽ ഇവൻ മാധവൻ, തമിഴ്നാട്ടിൽ ഇവൻ മുനിയാണ്ടി, കർണാടകയിൽ ഇവന്റെ അഡ്രസ് എന്നാന്ന് എനിക്കറിയാൻ പാടില്ല. ഇവന് സ്വർണം സ്ഥിരമായിട്ട് കൊടുക്കുന്ന ജലദേവതയെ കുന്തിപ്പുഴയിൽ നിന്ന് പിടിച്ചിട്ടുണ്ട്. കേരള പോലീസ് കുന്തിപ്പുഴയിൽ നിന്ന് പിടിച്ചിട്ടുണ്ട്. അപ്പൊ സാറ് വണ്ടിയെ കയറി. എന്റെ കാര്യം തീരുമാനമായോ? 2 എണ്ണത്തിനും കാര്യം തീരുമാനമായിട്ടുണ്ട്. സാറേ ഇനി പുറലോം കാണി കുറച്ച് കഴിയും. സാറേ എനിക്കൊരു ഉപകാരം ചെയ്യണം. ഞാൻ ഇറങ്ങുമ്പോ കുറെ നാൾ കഴിയുമല്ലോ. ഈ വിഗും മീശയും ആ ഫ്ലവേഴ്സിലെ മേക്കന്മാരിലെ ജിനു അവനെ ഒന്ന് ഏൽപ്പിച്ചേക്കണം. ഇല്ല ഞാൻ ഇറങ്ങി വരുമ്പോ വാടക, അവൻ ഒടുക്കത്തെ വാടക മേടിച്ച് എന്നെ കൊല്ലും. അറിയാവോ? സ്ഥിരമായിട്ട് അവനെ എനിക്ക് വിഗും മീശ തന്നിരിക്കണം. പ്രഭതോ, ഈ കേസിൽ 2 പ്രതി അല്ലല്ലോ. ജലദേവത ഇവനും മാത്രല്ല, ഇവന് സ്ഥിരമായിട്ട് മേക്കപ്പ് ചെയ്ത് കൊടുക്കുന്ന ഒരാളോടുണ്ട്, ജിനു.